ആദ്യം കാന്തപുരം മർക്കസിന് മുമ്പിലായിരുന്നു. എന്റെ മൂത്തമ്മക്ക് അവിടെ മരിച്ചുപോയ ആളുകളെ ഹിദായത്ത് പോലും കിട്ടാതെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എന്തൊരു വിഷമത്, എന്തൊരു ദുഃഖാണത്. അല്ലല്ലാത്തോലെ ഇൻസാനുകളെ ആരാധിച്ച് മരിച്ചവരാണ്. ഇൻസാനിനെ ആരാധിച്ച് അള്ളാഹ്ക്ക് പുല്ല് വില കൽപ്പിച്ച ഒരു കുടുംബത്തിലാണ് ഞാനൊക്കെ ജനിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എങ്ങനെ അല്ലല്ല ബാക്കി എല്ലാ തങ്ങന്മാരെയും വിളിക്കും, എല്ലാ ദർഗയിലും പോയി വീടിടും, പള്ളി പോവില്ല. പെണ്ണുങ്ങൾ എല്ലാ ദർഗയിലും പോകും, പള്ളി പോവില്ല. എന്താ? അത് വളരെ മോശമുള്ള സ്ഥലമാണ് പഠിപ്പിക്കപ്പെടുന്നത്. പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല. ക്ഷേത്ര വേറെ അവിടെ വിവിധ ആരാധനാലയങ്ങളിൽ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് കാസർഗോഡ് പോവാ, കുഴപ്പമില്ല, പള്ളി പോരുത്. സത്യല്ലേ കൂട്ടരെ? ഞാൻ കുറച്ച് സത്യം തുറന്നു പറയുന്ന ആൾ. ഒരു പേടിയും കൂസലും ഇല്ല എനിക്ക്. പേടിയില്ലേലോ എന്നുള്ള പേടി എനിക്ക്. എന്താ പേടിയില്ലാത്തത്? മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ടുള്ള സത്യങ്ങളോട് പറയാണ്, നല്ലോണം കേട്ടോളൂ. അടുത്ത ഖുർആന്റെ വചനം. ഇത് സൂറത്ത് മായിദയാണ്. ആ വചനത്ത് പറയാണെന്ത്? ഖുർആനിലേക്ക് വന്നോളൂ, സുന്നത്തിലേക്ക് വന്നോളൂ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള അതെയാണ്. ഖുർആനിലേക്ക് വന്നോളൂ, ഈ സുന്നത്തിലേക്ക് വന്നോളൂ. അടുത്ത വാചകം, പരലോകത്ത് വരികയാണ് ആളുകൾ, പരലോകത്ത് വരികയാണ്. അവിടെ എന്താ പറയണറിയോ? അതൊരു കേട്ടത്. ഞങ്ങളിത് വെറുതെ പറയാനല്ല, പരലോകത്ത് വന്നിട്ടൊരു വിലാപമാണ്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചന. എന്താ വചനം? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാന അല്ലാഹ് വഅതാന റസൂല. നരകത്തിൽ മുഖം കുത്തി വീഴും. ആ നരകത്തിൽ മുഖം കുത്തി വീണിട്ട് എന്താ പറയണത്? അത് അത്ഭുതാണ്. കേരളത്തിലെ സമസ്തക്കാരി ചെവി കൊടുത്താൽ ആലോചിച്ചോ. എന്താ പറയണറിയോ? ഞങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. തീർന്നില്ല. അടുത്ത വാചകം, ഞങ്ങൾ പിന്നെ ആരെയാ അനുസരിച്ച്? അത് കേട്ടോളിട്ടോ. ഇതാരെ പറ്റിയാണ്? മുജാഹിദുകളെ പറ്റി എന്തായാലും അല്ല. അതെന്താണ്? കേട്ടോളൂ. അടുത്ത വാചകം, അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അസാധുക്കള് കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോളെ, ഈ സുന്നത്തിലേക്ക് മടങ്ങിക്കോളെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്താ ചെയ്തത്? തൊട്ട് താഴെ അത് കേട്ടോ, ഖുർആനിലുള്ളതാണ്, അള്ളാഹ് പറഞ്ഞു തരികയാണ്. ഓലെ സ്വഭാവം എന്തായിരുന്നു? വഖാലൂ റബ്ബനാ, ഞങ്ങളെ റബ്ബേ. എന്താണ്? ഇന്നാ അത്വഅനാ, തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചു. ആരെ? അള്ളാനെ റസൂലിനെ അല്ല. പിന്നെ ആരെ? വയലത്തൂർ തങ്ങളെ. ഖുർആനാട്ടോ പറയുന്നത്, ശ്രദ്ധിച്ചോ. സാദത്തന, സാദാത്തീങ്ങളെ, വകുബ്രാന, കുബറായിങ്ങളെ. സമസ്തക്കാര് സ്ഥിരം ഉപയോഗിക്കുന്ന രണ്ട് പദ. നമ്മുടെ സാദാത്തീങ്ങള്, നമ്മുടെ കുബറായിങ്ങൾ. നിങ്ങളെ പറ്റിയാ പറയണത്. നിങ്ങൾ പരലോകത്തെത്തിയിട്ട് നരകത്തിൽ മുഖം കുത്തി വീഴുന്ന അവസ്ഥ വരും. എപ്പോ? ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ടില്ലെങ്കിൽ. പിന്നെയോ നേതാക്കന്മാരെ തൊണ്ട തൊടാതെ വിഴുങ്ങി ഓല് പറയണൊക്കെ ദീനാന്ന് മനസ്സിലാക്കി, ഓല് പറയണ പൊട്ടപ്പോയത്തെ മുഴുവനും പ്രമാണം നോക്കാതെ സ്വീകരിച്ചു. എന്നിട്ട് നരകത്ത് പോയി മുഖം കുത്തി വീണിട്ട് അവിടുന്ന് പറയാണെന്ത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഅന സാദത്തനാ വ കുബ്റാഅന, സാദാത്തിങ്ങളെയും കുബറായിങ്ങളെയും ഞങ്ങൾ അനുസരിച്ചു. അപ്പോഴോ ഫളല്ലൂന സബീല, അവര് വഴി തെറ്റിച്ചു കളഞ്ഞു. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് നരകത്തിലേക്കുള്ള വഴിയിലേക്ക് ആ ഉസ്താദ് ഞങ്ങളെ വിളിച്ചു കേട്ടോ. നരേന്ദ്രമോദി വിളിച്ചു എന്നല്ല, പിണറായി വിജയൻ വിളിച്ചു എന്നല്ല, ഞങ്ങളുടെ ഉസ്താദ് സഅദി ഞങ്ങളെ വിളിച്ചു. മനസ്സിലായോ? മനസ്സിലായി? അടുത്ത വാചകം എന്താ? അതുകൊണ്ട് റബ്ബനാ ആതി ളഫൈന മിനൽ അദാബ്, പഠിച്ചോനെ ഉസ്താദുമാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. എന്ത്? ഉസ്താദുമാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഞാൻ ചോദിക്കുന്നു, ഈ ഖുർആനിക വചനം എങ്ങനെ ചൊരണ്ടിക്കളയും ഖുർആൻ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനൊക്കെ ഉണ്ടോ ഖുർആനിൽ എന്ന് ഇപ്പൊ കേൾക്കണ പോലെ ഉണ്ടാവും ചിലർക്ക്. അങ്ങനെ കേട്ടൊരു ചെറിയോമ്പടക്ക് തിരിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കേട്ടൊരു ചെറിയ ഓനൊരൊറ്റ വാചകം കൊണ്ടാണ് ഓന് മുജാഹിദ് പ്രസ്ഥാനം ശരിയെന്ന് മനസ്സിലായത്. ഖുർആനിലൊരു അധ്യായം, 71-ാം അധ്യായം, 28 വചനം. അതാണ് വിശദീകരണം കേട്ടപ്പോ പിന്നെ ഓന് മനസ്സിലായി, എന്റെ തലച്ചോറ് എന്തായാലും പെരിച്ചായി നിന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഖുർആൻ അനുസരിക്കണം. ഒന്നുകൂടി പറഞ്ഞാല് മുജാഹിദ് ആശയല്ലാത്ത ഒന്നും ഖുർആനിലില്ല. സമസ്തയുടെ ഒന്നും ഖുർആൻ നോക്കിയാൽ കാണാൻ പറ്റില്ല. കറാമത്ത് കച്ചവടം നടത്തിയ ഒറ്റ സംഭവം ഉണ്ടോ ഖുർആനിൽ? കറാമത്ത് മുന്നിൽ വെച്ച് കാണിച്ചിട്ട് പോലും ആ കറാമത്ത് കാണിച്ച ബീവിനോട് തേടിയതേയല്ല ജക്കരിയ നബി എന്ന വഹാബി. പൊന്നാരി ചങ്ങായിമാരെ, മറിയം ബീവിന്റെ കറാമത്ത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളാണ് ആര്? ജക്കരിയ നബി. നമ്മളോ കള്ളക്കഥ പറഞ്ഞിട്ട് പെരിപ്പിച്ചതാ, നമ്മളാരും കണ്ടിട്ടില്ല. CM മടവൂരിന്റെ ഒരു കറാമത്ത് കണ്ട് ആരെങ്കിലും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? നോണയല്ലാതെ നേരെ മറ്റ് ജക്കരിയ നബി മറിയം ബീവിന്റെ കറാമത്ത് കാണുകയാണ്. കണ്ണ് നിറച്ചും ഒരു തവണയൊന്നല്ല, ഒരുപാട് തവണ. എന്നിട്ടോ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചു കളഞ്ഞു. എന്താ ചോദിച്ചത്? അന്നാലക്കി ഹാദ, അല്ല മറിയം
എവിടുന്നേത് ഖുർആനിലുള്ളതാണേ, മുജാഹിദ് വാർച്ചേന്റെ വകല്ല. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 200 ആയത്ത് അതിലുള്ളത്. അതില് 36, 37, 38, 39, 40, 41, 42, 43 ഇത്രയും വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഖുർആനിലെ 3-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വചനം. അതിൽ ചോദിക്കാണ്, അന്നാലക്കി ഹാദാ, അല്ല മറിയമേ ഇത് എവിടുന്ന് കിട്ടി? ശരിക്കും നമ്മൾ ചിന്തിക്കണേ, ശരിക്കും ചിന്തിക്കാം. മറിയം ബീവിയിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട ഈ കറാമത്തിന്റെ ഉടമസ്ഥാവകാശം മറിയം ബീവിക്കാണെങ്കിൽ, തലച്ചോറുള്ളവരോട് നിങ്ങൾ ചിന്തിക്കുന്നവരാണ്, ആലോചിക്കും. മറിയം ബീവിക്ക് സീസൺ അല്ലാത്ത കാലത്ത് ആകാശത്ത് നല്ല ഫുഡ് ഇറക്കി കൊടുക്കുകയാണ്, ഫ്രൂട്ട് ഇറക്കി കൊടുക്കുകയാണ്, ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് ആര്? സക്കരിയ അലൈഹിസ്സലാം. ഓർക്കണം, ഏതെങ്കിലും ഒരു വക്കുട്ടിയ മനുഷ്യനല്ല. സക്കരിയ അലൈഹിസ്സലാം കാണുകയാണ് സീസൺ അല്ലാത്ത കാലത്ത്, ആ ഫ്രൂട്ട് ഉണ്ടാകാത്ത കാലത്ത്, ആ ഫ്രൂട്ട് മരത്തിലില്ലാത്ത കാലത്ത് അതിങ്ങനെ മറിയം ബീവിക്ക് ഇറക്കി കൊടുക്കുന്നത് കണ്ടിട്ട് കണ്ണ് ഇമ വെട്ടി നിന്നിട്ട് ഒരൊറ്റ ചോദ്യം, അന്നാലക്കി ഹാദാ മറിയമേ എവിടുന്നായത്? മറിയമേ എവിടുന്നായത് എന്നൊരു ചോദ്യം. അപ്പൊ അവര് പറയണത്, ഞാനാരാ മോള്, മൊനമ്പത്തി ബീവിയൊക്കെ വരാനുള്ളതാ, ഞാൻ അതിന്റെ ഒക്കെ എത്രയോ മേലെയാ, തരക്കേടില്ലാത്തൊരു പെണ്ണാ എന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ പറയാതിരുന്നത്? ഈമാനുള്ളതുകൊണ്ട്, യഥാർത്ഥ മുജാഹിദായതുകൊണ്ട്, സെലഫി ആയതുകൊണ്ട്. എങ്ങനെ അന്നാലക്കി ഹാദാ എന്ന് ചോദിച്ചപ്പോ കാലത്ത് എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞു. ആര്? ആ ബീവി പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ വനിത, മഹാവനിത പറഞ്ഞു, കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാന്റെ അടുത്തുനിന്നാണ്. ഇത് അള്ളാന്റെ അടുത്തുനിന്നാണ്. അപ്പൊ മനസ്സിലായി, എന്ത്? തലച്ചോറുള്ളവർക്ക് മനസ്സിലായി, അവരുടെ അടുത്തുള്ള അല്ല, പടച്ചോൻ കൊടുത്താണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ചിന്തിച്ചോളിട്ടോ, ശരിക്കും ആലോചിച്ചു. ചിന്തിച്ചിട്ട് നന്നാകുന്നില്ലേ? എന്തോ സംതിങ് റോങ്. 2 കാരണങ്ങളാൽ. ഒന്നുകിൽ തലച്ചോറ് പെരിച്ചയുന്നില്ല, അല്ലെങ്കിൽ ഹൃദയം കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ടാവും. ഈ 2 കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് മനുഷ്യന്റെ ഇടയിൽ. ഒന്നുകിൽ തലച്ചോറ് പെരിച്ചയുന്ന, അല്ലെങ്കിൽ ഹൃദയം കൊട്ടിയടക്കുക. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഹൃദയം അങ്ങ് കൊട്ടിയടക്കപ്പെടുക. പിന്നെ അതിലേക്ക് എന്താ കയറുവോ? ഇല്ല. സീല് വെക്കപ്പെട്ട എന്തെങ്കിലും കയറുവോ? കൊടം കമഴ്ത്തി വെച്ച എന്തെങ്കിലും കയറുവോ? ഇല്ല. അതുകൊണ്ട് എന്റെ ചോദ്യം ഖുർആനാണ്. ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്യും എല്ലാ സയ്യിദിമാരെയും, എല്ലാ സഖാഫിമാരെയും, എല്ലാ ഫൈസിമാരെയും, എല്ലാ ദാരിമിമാരെയും. എന്ത് മറിയം ബീവിന്റെ കറാമത്ത് കണ്ടിട്ട് എന്തുകൊണ്ട് സക്കരിയ നബി മറിയം ബീവിയോട് സഹായം തേടിയില്ല? താൻ ഒരു പ്രതിസന്ധിയിലായിരുന്നു, തനിക്ക് കുട്ടിയുണ്ടായിരുന്നില്ല. ഈ കറാമത്തിന്റെ ഉടമ മറിയം ബീവി ആയിരുന്നെങ്കിൽ ധിക്കാരിയായിരുന്നോ സക്കരിയ അലൈഹിസ്സലാം? എന്റെ ചോദ്യം പെർലയിലെ എന്റെ ചോദ്യമാണ്. ഈ ഭാഗം പ്രത്യേകം എഡിറ്റ് ചെയ്ത് ക്ലിപ്പായിട്ട് ഇറക്കണം. എന്റെ ചോദ്യം, സക്കരിയ നബി കറാമത്ത് അംഗീകരിക്കാത്ത മൂരാച്ചി വഹാബിയായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് മറിയം ബീവിനോട് തേടിയില്ല? എന്തുകൊണ്ട് സക്കരിയ നബി അവിടെ വെച്ച് തേടിയില്ല? ആരോട് തേടി? മറിയം ബീവിനോട് തേടിയില്ല? അല്ല, കേട്ടോളിട്ടോ. ഖുർആന 3-ാം അധ്യായം 38, 39, 40 വചനം കേട്ടോ. ഹുനാലിക, എന്താണ്? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, റബ്ബിനോട് അവിടെ വെച്ച് സക്കരിയ നബി തേടി. ഇത് മുജാഹിദിസമാണ്. സമ്മതിച്ചോ? ഹുനാലിക ദഅ സക്കരിയ റബ്ബിനോടുള്ള തേട്ടം മുജാഹിദുകൾക്കുള്ളതാണ്. ആണല്ലോ? ആണ്. എന്നാ ഈ കറാമത്തുള്ള പെണ്ണിനോട് തേടാമെന്ന വാദം ആരതാ? സമസ്തക്കാരതാ. എന്റെ ചിന്ത, ഖുർആനിലെ ചിന്ത, സക്കരിയ നബി സമസ്തക്കാരനായിരുന്നെങ്കിൽ എങ്ങനെയാ തേടുക? അതും നമുക്ക് നോക്കാം ഖുർആനിൽ. ഹുനാലിക ദഅ സക്കരിയ മറിയമിനോട് സക്കരിയ നബി തേടി. കാണിച്ചുകൊണ്ട്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് കാണിച്ചുകൊണ്ടുവാ. മറിയം ബീവിയുടെ കറാമത്ത് വെച്ച് തേടി സക്കരിയ നബി എന്ന് തെളിയിക്കുന്ന ഒരു ഖുർആനിക വചനം കോടികൾ നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി. കോടികൾ. അത് കാന്തപുരം മുതൽ ജിബ്രി മുത്തുക്കോയ തങ്ങളെ വരെ ഞങ്ങൾ വെല്ലുവിളിക്കും. ഖുർആനിൽ നിന്നൊരു വചനം കൊണ്ടുവാ. സാധ്യമേ അല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. എന്തിന് സാധ്യമല്ല? ഖുർആൻ, ഞാൻ ഖുർആൻ അധ്യായ പറഞ്ഞു. എനിക്കൊറ്റ ആവശ്യമുള്ള റഫീഖ് സയ്യിദി പറയണം. എന്ത്? ഖുർആനിലെ 3-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ സക്കരിയ നബി മറിയം ബീവിയോട് കറാമത്ത് മുൻനിർത്തി തേടി എന്നൊരൊറ്റ വാചകം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളി. SSFന്റെ SKSSFന്റെ നല്ല മക്കളെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. മുജാഹിദ് വാർച്ചന്റെ ചോദ്യം എന്താണ്? എന്താ ചോദ്യം? ഞാനിവിടെ പറഞ്ഞു,
എത്ര കറാമത്ത് കണ്ടാലും ആ കറാമത്തിന് അംഗീകരിക്കണം. അതിൽ വിശ്വസിക്കാത്ത വിശ്വാസിയല്ല. പക്ഷേ ആ കറാമത്തിൽ നിന്ന് തേടാം, അവരോട് തേടാം എന്നതിന്റെ തെളിവായി നിങ്ങൾ ഖുർആനിൽ നിന്നൊരു കാര്യം ഉദ്ധരിക്കുക. നിങ്ങൾ പല സംഭവം ഉദ്ധരിക്കലുണ്ടല്ലോ. ഒരു വീട്ടിലുള്ള ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് ഈസാ നബി പറഞ്ഞു കൊടുത്തു. ശരി, ഞങ്ങളും അംഗീകരിക്കും, നിങ്ങളും അംഗീകരിക്കും. നമുക്ക് തർക്കമല്ലല്ലോ, നമ്മുടെ തർക്കം അതൊന്നല്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദ് നബി ഈസാ നബീനെ വിളിച്ച് തേടി നിങ്ങൾ പറ. അതാണ് തെളിവ്. നമുക്കിടയിലെ വിവാദവും അതാണ്. അല്ലാതെ മുജിദത്തുണ്ടോ കറാമത്തുണ്ടോ എന്ന് നമുക്കിടയിൽ തർക്കമല്ല. ഇല്ല ഇല്ല, വെറുതെ പറയാണ്. ഇല്ല, ഞങ്ങളും അംഗീകരിക്കും, നിങ്ങളും അംഗീകരിക്കും. മുജിദത്തും കറാമത്തും സത്യമാണ്, അതിനെ നിഷേധിക്കുന്നവർ വിശ്വാസിയല്ല. അല്ലെ ഖുർആനിൽ ഈ വചനം എങ്ങനെ മുജാഹിദുകള് സ്വീകാര്യമല്ല എന്ന് പറയും? എങ്ങനെ പറയും? അല്ലാന്റെ ഗ്രന്ഥത്തിലുള്ളതാണല്ലോ മറിയം ബീവിയിലൂടെ കറാമത്ത് പ്രകടിപ്പിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ ഉടമ മറിയം ബീവി അല്ല. ഇതാണ് പോയിന്റ്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ പറയുന്ന ഒക്കെ മറിയം ബീവിക്ക് കൊടുത്ത കഴിവാണ്. കൊടുത്തേല്ല, ആ കഴിവ് അവർ പ്രകടിപ്പിച്ചതും അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരവസ്ഥ വന്നാൽ അവൻ നന്നാവും. അതാണ് മനസ്സിലാകുന്നതോടുകൂടി നന്നാവും. കണക്ക് പോലെയാണ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന സംഗതി. അതിന്റെ ലൈന് കൃത്യമായ പിന്നെ ഏത് കണക്കും ചെയ്യാം. അതുപോലാണിത്. ഇതിങ്ങനെ ഭൗതികം അഭൗതികം കാര്യകാരണമൊക്കെ മനസ്സിലാകണമെങ്കിൽ ചെറിയൊരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രസ്ഥാനത്തിന്റെ വേദിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അൽഹംദുലില്ലാഹ്. KNMമാർക്ക് പോലും കിട്ടിയില്ല ആ തൗഫീക്ക്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കൂട്ടത്തിലെ മുമ്പത്തെ KNM മർക്കസുദേവയിലുള്ള ആൾക്ക് പോലും കിട്ടിയില്ല ആ തൗഫീക്ക്. ആ തൗഫീക്ക് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് മനസ്സിലായി. നൂലുമക്കളി പോലെയാണത്. മനസ്സിലായോ? ഞങ്ങൾക്ക് കൃത്യമാണ് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്. മനസ്സിലായില്ലേ? ശിർക്കല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ശിർക്കാക്കില്ല. ശിർക്കായ ഒരു കാര്യവും ശിർക്കല്ലാന്ന് ഞങ്ങളിട്ട് പറയാതെ വിടൂല്ല. മനസ്സിലായോ? രണ്ടും പോയിന്റാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്നുകൂടി ചിന്തിക്കും. സക്കരിയ നബി തേടി റബ്ബിനോട്. അതെന്തുകൊണ്ട്? കറാമത്ത് പ്രകടിപ്പിക്കപ്പെട്ട മറിയത്തിനോട് എന്താ ചോദിച്ചത്? അതാ ബുദ്ധി. കാരണം അത് അള്ളാഹ് എന്തിനാണറിയോ ഈ ഖുർആന്റെ വചനം സക്കരിയ നബിനെ കൊണ്ട് ചോദിപ്പിച്ചതും സക്കരിയ നബിയോട് മറിയം ബീവി മറുപടി പറഞ്ഞതും സമസ്ത ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ്. സമസ്ത എന്ന പ്രസ്ഥാനം 100 അല്ലല്ല 1000 കൊല്ലം പഴക്കണ്ടെങ്കിലും നിങ്ങൾ ശരിയല്ല എന്ന് അള്ളാഹ് പറയുന്നു ഖുർആനിൽ. അതെന്തുകൊണ്ട്? അതിതാ കേട്ടോ, ഈ സൂറത്ത് മറിയം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കെതിരുള്ള ഒരു അധ്യായം. ആ അധ്യായത്തിലൂടെ ക്ലാരിറ്റി വരുത്തുകയാണ്. കറാമത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. കറാമത്തുള്ളവരോട് തേടൽ ഇസ്ലാമിൽ ഇല്ലെന്നും പഠിപ്പിക്കുന്നു. ഒരേ സമയത്ത് കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നതാ, അല്ല അത് നിങ്ങളെ കഴിവാണോ അല്ലത് പടച്ചോൻ തന്നാണോ? അതാ ചോദ്യം. അപ്പൊ എന്തേ പറയണത്? എനിക്കൊരു കഴിവ് ഇതിലില്ല, ഇത് റബ്ബ് തന്നാണ്, ഞാനിത് ഏറ്റെടുത്തു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നു. കണ്ടോ? എന്റെതല്ലാന്ന് ആർക്കത് ഖുർആനാണ് ചെങ്ങായിമാരെ. മുജാഹിദ് ബാൽശ്ശേരി പറഞ്ഞ അധ്യായം തെറ്റൂല, വചനവും തെറ്റൂല. അത്ര ക്ലാരിറ്റി വരുത്തി അവിടെ കയറുന്നത്. വെറുതെ വന്ന് കയറിയല്ല, വെറുതെ വന്ന് കയറിയതേ അല്ല. ചിലതൊക്കെ ഉദ്ദേശിച്ച് തന്നെ വന്നതാണ്. അള്ളാഹു തവക്കുൽ ചെയ്ത് തന്നെ വന്നതാണ്. യാതൊരു പേടിയില്ലാതെ വന്നതാണ്. പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്നു 100ക്ക് 100 ഉറപ്പിച്ച് വന്നതാണ്. അത്രയും ക്ലാരിറ്റി വരുത്തിയതാണ്. ഏറ്റവും ചുരുങ്ങിയ റബ്ബേ നിന്റെ ഖുർആൻ നാണല്ലോ ഉദ്ധരിക്കുന്നത് എന്നുള്ളൊരു ധൈര്യം. ഒന്നുകൂടി കേട്ടോ സക്കരിയ നബി എന്താ ചോദിക്കുന്നത്? അന്നാലക്കി ഹാദാ, എവിടുന്നാ പെണ്ണേ ഇത്? അപ്പൊ അവരെന്താ പറഞ്ഞത്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് പടച്ചോന്റെ അടുത്ത്. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. പടച്ചോന്റെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ സക്കരിയ നബി എന്താ മനസ്സിലാക്കുന്നത്? ആ മനസ്സിലാക്കലാണ് ദീൻ. ആ ആയത്തിൽ നിന്ന് സമസ്തക്കാരെന്താ മനസ്സിലാക്കുന്നത്? മുജാഹിദുകൾ എന്താ മനസ്സിലാക്കുന്നത്? മുജാഹിദുകൾ മനസ്സിലാക്കിയ സക്കരിയ നബി മനസ്സിലാക്കിയതാ. നിങ്ങളോ? ഇതാ ചോദ്യം. ഒരു നബിയുടെ മനസ്സിലാക്കലാണ് ഞങ്ങളുടെ മനസ്സിലാക്കൽ. നിങ്ങളുടെ മനസ്സിലാക്കലോ അതാണ് പ്രശ്നം. സക്കരിയ നബി എന്താ മനസ്സിലാക്കിയത്? പടച്ചോനാണ് സീസൺ അല്ലാത്ത കാലത്ത്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം ചിന്തിച്ചോളി. സീസൺ അല്ലാത്ത കാലത്ത് അള്ളാഹ്ക്ക് ഫ്രൂട്ട് ഇറക്കാമെങ്കിൽ എന്റെ ഭാര്യ വന്ധ്യയായാലെന്താ, എനിക്കൊരു കുട്ടി ഉണ്ടായില്ലെന്താ? റബ്ബ് വിചാരിച്ചാൽ കിട്ടും. അതുകൊണ്ടാ സക്കരിയ നബി എന്ത് ചെയ്തത്? ഈ കറാമത്ത് കണ്ടപ്പോ അത് മറിയം ബീവിയുടെ കഴിവല്ല എന്നറിയാവുന്ന സക്കരിയ നബി, അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമെന്നറിയാവുന്ന സക്കരിയ നബി ഹുനാലിക, അവിടെ വെച്ച് നിങ്ങൾ എന്താ ചെയ്യല്? നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ സ്നേഹത്തോട് ചോദിക്കാം. ഇപ്പൊ സമസ്തന്റെ ഒരു പള്ളിയിൽ, ഉദാഹരണം റഫീഖ് സയ്യിദ് ഖുതുബ നടത്തുന്ന പള്ളിയിൽ, അങ്ങനെ പറയാ, മൂപ്പര ഉത്തരവാദിത്തത്തിലുള്ള മഹല്ലില് സുബൈക്ക് വന്നു നോക്കുമ്പോ ഒരു പെണ്ണ്, സുബൈക്ക് വന്നു നോക്കുമ്പോ രാമൻ താത്ത ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കുന്നത് റഫീഖ് സയ്യിദ് ഇങ്ങനെ കാണുക. ഇങ്ങനെ കണ്ട് 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? പിന്നെ ആ സ്ത്രീക്ക് വല്ല മുക്കക്കളി ഉണ്ടാവും നാട്ടില്?
ഇതാണ് വിഷയം. നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുണ്ടോ? അതായത് കറാമത്ത് ഒരു പെണ്ണ് ഇവിടെ പ്രകടിപ്പിച്ച് നിങ്ങൾ എന്തായിരിക്കും പറയാ മൈക്കിലൂടി, വന്നോളിയോ മുന്തിയ ബീവി വന്നിക്കണോ. എന്തേ സക്കറിയ നബി അങ്ങനെ ഓരിയിടാൻ? സക്കറിയ നബി മതം പഠിച്ച ആളായിരുന്നു, നബിയായിരുന്നു, വഹാബിയായിരുന്നു, സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മതമാണ് ഞങ്ങളുടെ മതം, നിങ്ങളുടെ ഏതാ? ചിന്തിക്ക്. ഇത് ഇടിവെട്ടേറ്റ പോലുള്ള പരാമർശപ്പം ഞാൻ നടത്തി. നിങ്ങൾ ശരിക്കും ആലോചിച്ചു. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഖുർആൻ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന ഒരു SSFകാരന് കിട്ടുക എവിടുന്ന് എന്താണ്? കറാമത്ത് കൊണ്ട് ചോദിക്കാന്നാണോ ചോദിച്ചൂടാന്നാണോ? ചോദിക്കാമെന്നാണെങ്കിൽ അതെന്തേ സക്കറിയ നബിക്ക് മനസ്സിലാകാത്തത്? നിങ്ങൾക്ക് മനസ്സിലാകും ചെയ്ത് സക്കറിയ നബി വഹാബിയായി പോയി. അങ്ങനെ ഉണ്ടാവുമോ? ഞാനൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ ഞാൻ ഈ അവതരിപ്പിച്ച പോലെ ഈ വിഷയം കേട്ടിട്ടില്ല. എനിക്കുറപ്പാണെന്നേ, ഇത് ചെറിയ പ്രസംഗമൊന്നുമല്ല, ആരുമല്ല, എല്ലാമേ ആയിട്ടൊന്നുമല്ല. എന്റെ തലച്ചോറ് ജീവിതത്തിൽ തീർച്ചയായും ടച്ച് ചെയ്തു. അതുകൊണ്ടാ നല്ലോണം മനസ്സിലായിക്കോളെ, നല്ലോണം പഠിച്ചോളൂ. ഇത് നിങ്ങൾ നാളെ അള്ളാന്റെ അടുത്ത് പറയരുത് ഇത് കിട്ടിയിട്ടില്ല, ഈ ആശയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? കറാമത്ത് സത്യാണ്, പക്ഷെ നമുക്ക് ആ വ്യക്തികളോട് ചോദിക്കാൻ അത് വകുപ്പേ അല്ല.